ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും മെയിൻ്റനൻസ് കഴിഞ്ഞ് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 7th ആനിവേഴ്സറി സെലിബ്രേഷൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കിഡിലെ റിവാർഡ്സാണ് ഗൈസ് കൊടുത്തേക്കുന്നത്. ബെക്കംബോറിൻ്റെ കാർഡ് കൊടുത്താണ് ഗൈസ്. നമുക്ക് ബെക്കംബോറിൻ്റെ കാർഡ് എന്തായാലും ഫ്രീ കിട്ടും. അത് എന്തായാലും നല്ലതായിരിക്കും ഗൈസ്. ഒബ്ജക്റ്റീവിൽ കുറേ ഫ്രീ സ്പിൻ കിടപ്പുണ്ട് ഗൈസ്. ഇതെല്ലാം ബെക്കംബോറിൻ്റെ ഫ്രീ സ്പിന്നാണ്. എനിക്ക് തോന്നുന്നൊരു 70 സംതിങ് എന്തോ ഫ്രീ സ്പിൻ കിട്ടും ഗൈസ്. ഓക്കെ, പിന്നെ അതല്ലാണ്ട് നമുക്ക് ഡെയിലി ഫ്രീ സ്പിൻ കിട്ടും ഗൈസ്. ഒക്കെ ഡെയിലി ബൗൺസായിട്ട് ഫ്രീ സ്പിൻ കിട്ടും. പിന്നെ പിന്നെ പെസ്സിൻ്റെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. പെസ് 2020 ത്രൂ ബാക്ക്. ഓക്കെ, ഇത് 500 രൂപയും കൊടുത്ത് നമുക്ക് മേടിക്കാം ഗൈസ്. അപ്പോൾ മെസ്സിയുടെ 3 അവതാർ കിട്ടും. പിന്നെ മറ്റേ ഐക്കോണിക്കിൻ്റെ ജേഴ്സി കിട്ടും ഗൈസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കിടിലാണ് ഗൈസ്. ഒക്കെ നമ്മുടെ പഴയ പെസ്സിൻ്റെ ഓർമ്മയിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഗൈസ്. അതൊക്കെ വലിയൊരു സംഭവം തന്നെയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കാം ഗൈസ്. ഒക്കെ പ്ലെയർ ഓഫ് ദി വീക്കിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ബെക്കംബോറിൻ്റെ, അതായത് ഒബ്ജക്റ്റീവിൽ നിന്ന് കളക്ട് ചെയ്ത ഫ്രീ സ്പിന്നായിട്ട് നമ്മൾ ബെക്കംബോറിൻ്റെ പാക്ക് ഓപ്പണിംഗ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ അത് നമ്മളെന്തായാലും വീഡിയോ ഇട്ട് ഇടാം ഗൈസ്. ഓക്കെ, പിന്നെ പുതിയ റോമയുടെ ബിഗ് ടൈം പാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ വേറെ ഏത് ജെ ലീഗിൻ്റെ പാക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഗൈസ്, ഓക്കെ ഗൈസ്, ഈ കിടക്കുന്നതാണ് ബെക്കംബോറിൻ്റെ ബാക്ക്. 50 പ്ലേയേഴ്സേ ഉള്ളൂ ഗൈസ്. പക്ഷേ എന്തിനാണ് ഇവന്മാർ 70 സംതിങ് ഫ്രീ സ്പിൻ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. 50 പ്ലേയേഴ്സേ ഉള്ളൂ ഗൈസ്. ഈ റാഷ്ഫോർഡിനൊക്കെ നോക്കുക ഗൈസ്. ഐക്കോണിക്കിൻ്റെ ഒരു ഷെയ്ഡിലാണ് റാഷ്ഫോർഡിൻ്റെ കാർഡൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. കാരണം റാഷ്ഫോർഡൊക്കെ പെസ്സിൽ ഐക്കോണിക്ക് അടിപൊളിയായിരുന്നു. കിണ്ണങ്കാച്ച് കാർഡൊക്കെ ആയിരുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പോണൻ്റായിട്ട് വരുന്നതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കിടിലൻ കളിക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് തുറക്കാൻ കഴിച്ചു. ഇതിനകത്ത് ടാർഗറ്റ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ജെയിംസിനെ കിട്ടിയ കൊള്ളാൻ കഴിച്ചു. ഓക്കെ, ജെയിംസ് കിട്ടിയ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേണമെന്നുള്ളത് വേറെ ആരോ വേണം കഴിച്ചു. ഓക്കെ, എനിക്ക് വലിയൊരു ടാർഗറ്റ് ഇല്ല. ജെയിംസിനെ കിട്ടിയാൽ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ കെവിനെ കിട്ടിയാലും കൊള്ളാം. പിന്നെ റാഫേൽ സിൽവ ഓവറിനുണ്ട്, ഓൾറെഡി ഉണ്ട്, പക്ഷെ ബൂസ്റ്ററല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഫ്രീ സ്പിൻ എടുക്കാം ഗൈസ്. നമ്മൾ ചുമ്മാ ഫ്രീ സ്പിൻ എടുക്കുകയാണ്. ഇതിപ്പോൾ ആരാവുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഏതെങ്കിലും മേടി കിടക്കണ ഏതൊരു പ്ലെയറിനെ കിട്ടിയാൽ മതി. ഓക്കെ, പ്ലീസ് കൊനാമി ഗൈസ്. എന്തായാലും ആ റാഷ്ഫോർഡിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പെസ്സിലേക്ക് തിരിച്ചു ഗൈസ്. ഓക്കെ, എടാ ഇറ്റാൻ ലീഗടാ, ഇതാരാണ് ഗൈസ്. ഓക്കെ ഗൈസ്, സെൻറ്റർ ബാക്കാണ്. എനിക്ക് ആവശ്യമില്ലാത്ത പ്ലെയർ ആയിരുന്നു. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. നമ്മളെന്തായാലും ബെക്കംബോറിൻ്റെ പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വരും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരും കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.